അപ്പോൾ ഇന്നത്തെ ദിവസം ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ജീരക വെള്ളമാണ് കേട്ടോ. അപ്പോൾ വെറുമായിട്ടുള്ള ജീരക വെള്ളമൊക്കെ കുടിക്കുന്നതിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതല്ലേ, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അതും കുടിച്ചു, പിന്നെ ഒരു ആപ്പിളും കൂടെ കഴിച്ചു. അപ്പോൾ ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ ചെറുതായിട്ടൊന്ന് മാറി സമ്മറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സമയമാണ് കേട്ടോ. ക്ലൈമറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു സമയത്തും ഏകദേശം ചൂട് ക്ലൈമറ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ബൊഗെയിൻവില്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ച. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ആയിട്ട് നമുക്ക് ചെറിയ നഴ്സറികൾ കാണാൻ പറ്റും. അവിടെയൊക്കെ ഒരുപാട് കളേഴ്സിലുള്ള ബൊഗെയിൻവില്ലസുകളെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സീബ് ഏരിയ, അതായത് നമ്മുടെ ഒരു ബീച്ച് സൈഡിൻ്റെ ആ ഒരു സൈഡിലൂടെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. ഡേ ടൈമിൽ വരുമ്പോൾ ഈ ഒരു പ്രകൃതി ഭംഗി നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. അതായത് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കുറേ എന്താ പറയുക, നല്ല രസമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നൈറ്റ് ഡ്രൈവും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ഭാഗം എനിക്ക് കുറേ പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഡേ ടൈം കാണാനാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്തി. അതായത് ഇതൊരു ഫിഷ് മാർക്കറ്റാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫിഷ് മാർക്ക്. സീബിലാണ് കേട്ടോ. മസ്കറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫിഷുകളും കാര്യങ്ങളൊക്കെ രാവിലെ ഇവിടെ വന്നാൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തിരക്കായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ കുറേ അധികം മീനുകളൊക്കെ ഉണ്ടായിരുന്നേ. അവിടുന്ന് കുറച്ച് മീനുകളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഇതേപോലെ ഞാനൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നൊരു നമ്മുടെ ക്യാബേജ് തോരനായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തിട്ടിടും. എത്ര പേർക്ക് ഇങ്ങനെ ക്യാബേജും ക്യാരറ്റും കൂടെ വെക്കുന്നത് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. വന്നിട്ട് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കറി ഞാനിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പഴം പുഴുങ്ങിയതും അതേപോലെ തന്നെ കോഫി ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യമായിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം കഴിക്കാറില്ല. അപ്പോൾ ഈ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങോട്ട് രാവിലത്തെ ഫുഡ് അങ്ങോട്ട് ഒതുക്കിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഗ്യാസും കൂടെ വാങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ വണ്ടികളിൽ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാലിക്കുറ്റി ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മൾ പുതിയ കൊണ്ടുപോയി നമ്മൾ വീട്ടിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയൊരു കുഞ്ഞു ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.